റാം നാരായൺ റാം. ഭൂമിയിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭരണഘടന ഉണ്ടാകണം. എല്ലാ മതങ്ങളും ജാതികളും ഒരേ നിലയിൽ ഉള്ളതാവണം. യാതൊരു ജാതിയുമല്ല, ഉയരവും താഴ്വാരവുമല്ല. ഇതെല്ലാം പ്രകൃതിയിൽ നിന്നെന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല? പ്രകൃതിയിൽ നടക്കുന്ന പോലെ ഭരണഘടന ഏർപ്പെടുത്താനാകില്ലേ? പകലും രാത്രിയും പോലെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പാലിക്കുന്ന നിയമങ്ങൾ പോലെ അതെന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ നടപ്പിലാക്കപ്പെടുന്നില്ല? നാം ഓരോരുത്തരും നമ്മുടെ പ്രശ്നങ്ങളുമായി അലഞ്ഞുതിരിയുന്നു, പക്ഷേ പരിഹാരങ്ങൾ നമ്മുടെ ഉള്ളിലാണ്ട്. എങ്കിൽ പിന്നെ അതിനനുസരിച്ച് നടക്കാൻ എവിടെ തടസ്സം? എല്ലാവർക്കും അറിയാം നാശത്തിൻ്റെ കാരണമെന്തെന്നു. എല്ലാവരും പഠിച്ചതുമാണ്, ബുദ്ധിമാനും ആണ്, വിദ്യാഭ്യാസമുള്ളവരുമാണ്. പ്രകൃതിയിലെ സിസ്റ്റം അതുപോലെ എല്ലാ ലോകവാസികളും ഒറ്റയായി ചിന്തിച്ച് ധ്യാനിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തണം. അതുവഴി എല്ലാവർക്കും അനുയോജ്യമായ ഒരു പ്രകൃതിയാനുസൃത ഭരണഘടന ഉണ്ടാകട്ടെ. പ്രകൃതിയിൽ ഒരാൾക്കും ഉടമസ്ഥാവകാശമില്ല. ഇന്നത്തെ ഭരണഘടനയും രാഷ്ട്രീയ കക്ഷികളും എല്ലാം മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചവയാണ്. മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇന്നും ഞാൻ എല്ലാവരെയും കൂട്ടിയാണ് നടക്കുന്നത്. എല്ലാവരുമായി ചേർന്ന് കഠിനമായി ജോലി ചെയ്ത് സ്വന്തമായി സമ്പാദിക്കുന്നു. ഒരിക്കലും ഞാൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. എനിക്കൊരു സംഘം ഉണ്ടെന്ന് പറയാം. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ജോലി ചെയ്ത് ജീവിതം തുടരുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്നായി ചേർന്ന് ശബ്ദമുയർത്തണം. അത് നമ്മുടെ ജന്മാവകാശമാണ്. അതിനായി നമ്മൾ അവകാശവാദം ഉന്നയിക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഒരിക്കലും ഒരിടത്തും ഒരു വ്യക്തിക്കും ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും ധ്യാനശേഷിയും വർദ്ധിച്ചപ്പോൾ വന്നതാണ്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കായി എല്ലാവരും ആകാശത്തേക്ക് നോക്കേണ്ടതുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത് എന്ന്. അവിടെയും ഒരു ഭരണഘടനയുണ്ട്. അതും കാണാൻ പറ്റുന്നു, സംസാരിക്കാനും ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ വിവേകത്തിലൂടെയാണ് നടക്കുന്നത്. ആ വാക്കുകൾ നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. ഭൂമിയിൽ അതിന് ആചരണം നൽകണം. ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ആത്മവിചാരം ചെയ്യണം. നമ്മുടെ അന്തരാത്മാവിൻ്റെ വാക്ക് കേൾക്കണം. നമ്മുടെ വിവേകത്തിൻ്റെ വാക്ക് മനസ്സിലാക്കണം. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വിവേകം എപ്പോഴും നിങ്ങൾക്ക് ശരിയായ ദിശ കാണിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ വിവേകത്തെ വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ കാതിരാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും സന്തോഷത്തിനും മാനസിക സമാധാനത്തിനും വേണ്ടി താൽപ്പര്യപ്പെടുന്നു. അതിനായി നമ്മൾ വഴിത്തിരിവുകളിൽ അലഞ്ഞുതിരിയുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലാണ് ആ സന്തോഷവും സമാധാനവും. അതിനെ കണ്ടെത്താൻ വേണ്ടത് റാം നാരായൺ റാം എന്ന നാമത്തിൽ ആത്മബന്ധം സ്ഥാപിക്കാനാണ്. അതിനുശേഷം നിങ്ങൾ കാണും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായ സന്തോഷം എത്തിപ്പെടുന്നു. ഭൂമിയിൽ സൃഷ്ടിച്ച മതങ്ങൾ ചില മനുഷ്യർ സ്വന്തം സ്വാർത്ഥതയ്ക്കായി സൃഷ്ടിച്ചതാണ്. എല്ലാ മതസംരക്ഷകരും പ്രഭാഷകരും അവർ മരണപ്പെട്ട ശേഷം ഒരിക്കലും നിങ്ങളോട് വന്നിട്ട് ചോദിച്ചതുണ്ടോ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നെന്ന്? ഭൂമിയിൽ ഏകദേശം 400 മതങ്ങളെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതെല്ലാം എവിടെ നിന്നാണ് വന്നത്? മതത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മതം എന്നത് എന്താണ്? മതഗ്രന്ഥം എങ്കിൽ അതെന്താണ്? ഓരോ മതത്തിനും തങ്ങളുടെ സ്വന്തം ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് സനാതനമതത്തിന് ഭഗവദ്ഗീത, രാമായണ, മുസ്ലിംമാർക്ക് ഖുർആൻ ഷരീഫ്, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ. ഇപ്പോൾ പ്രശ്നം എന്തെന്നാൽ ഏത് ഗ്രന്ഥമാണ് ശരി എന്നുള്ളതിൽ തന്നെ ജനങ്ങളിൽ ഭീതിയും ആശയക്കുഴപ്പവുമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും
മനുഷ്യരായി ജനിച്ചു. എന്നാൽ മനുഷ്യൻ തന്നെ അനവധി മതങ്ങൾ സൃഷ്ടിച്ചു, അതിലൂടെ എല്ലാവരെയും പിരിച്ചുവിട്ടു. ഓരോരുത്തരും മതത്തിൻ്റെ അധിമിതിയിൽ അകപ്പെട്ട് തൻ്റെ സ്വന്തം സ്വാർത്ഥത മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരിജിയുടെ വാക്കുകൾ പ്രകാരം ഏറ്റവും വലിയ മതം ആകാശമാണ്. അപ്പോഴാണ് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായത്. ഏറ്റവും വലിയ മതഗ്രന്ഥം റാം നാരായൺ റാം ആണ്. ആ ഗ്രന്ഥത്തിലെ ഓരോ പേജും ബ്രഹ്മാണ്ഡത്തിലാകെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളാണ്, ഗ്രഹങ്ങളാണ്. ഭൂമിയിലെ ഏകദേശം 800 കോടി ജനങ്ങളുടെ ശരീരവും ആ റാം നാരായൺ റാം ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്. അതിൽ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് നാം റാം നാരായൺ റാം നാമത്തിൽ ബന്ധം സ്ഥാപിക്കണം. കാരണം റാം നാരായൺ റാം മാത്രമാണ് നിങ്ങളുടെ വഴിതെറ്റിയ ജീവിതത്തിന് ശരിയായ ദിശ നൽകുന്ന ഒരേ വ്യക്തി. ഒരാൾ റാം നാരായൺ റാം നാമത്തിൽ ബന്ധപ്പെടുമ്പോൾ ജീവിതത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. ആ പുതിയ കാഴ്ചപ്പാടാണ് നമുക്ക് പുതിയ ഊർജം നൽകുന്നത്. അതുവഴി ജീവിതം വിജയകരമാകുന്നു.